പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രതിലോമ ശക്തികളെയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്കെതിരെ വരുന്ന ദുഷ്ടശക്തികളെയും രോഗത്തെയും പാപത്തെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും ചങ്ങലകളെയും അഴിച്ചു മാറ്റാൻ ശക്തിയുള്ള ഒരമ്മ നമുക്കുണ്ട്. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഉറച്ച അടിസ്ഥാനം. നമുക്കിന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മളെ ഒരു നാളും തള്ളിക്കളയുകയില്ല. പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മളിൽ നിന്ന് അകന്നു പോവുകയുമില്ല. വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, മാലാഖയുടെ സന്ദേശത്താൽ അവിടുത്തെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാസഹനവും കുരിശുമരണം മുഖേന ഉയർപ്പിൻ്റെ മഹിമയെ പ്രാപിക്കാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചോളണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ഈ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുവാൻ അമ്മ തിരുകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ഈ ദൈവ ശരണം എന്ന പുണ്യമുണ്ടായി വളരുവാൻ അമ്മ തിരുകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ഈ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ അമ്മ തിരുകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മഹിമയുടെ ദിവ്യരഹസ്യം. ഒന്നാം ദിവ്യരഹസ്യം.
മരണത്തെയും സാത്താനെയും ജയിച്ച് ഉദ്ധാനം ചെയ്ത ഈശോയെ നമുക്ക് ധ്യാനിക്കാം. ഈശോ ഉദ്ധാനം ചെയ്തു, അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ആത്മാവ് ഈശോയുടെ കൈകളിൽ സുരക്ഷിതമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാം തരംഗം വരുമ്പോൾ കുട്ടികളെയും അവശരായിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാമാണ് ആക്രമിക്കുന്നത്. നമുക്ക് സമർപ്പിക്കാം. ആ തരംഗം നമ്മുടെ ദേശത്തെ തൊടാതെ പോകണം, ഈ ലോകത്തിലേക്ക് വരാതെ പോകണം. ദൈവത്തിൻ്റെ വലതുകരം അതിൻ്റെ മേൽ നീട്ടണം. കിഴക്കൻ കാറ്റ് അയച്ച് ആ മൂന്നാം തരംഗത്തെ നിർവീര്യമാക്കാൻ ഈശോയോട് പരിശുദ്ധ മറിയം വഴി നമുക്ക് അപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവരഹസ്യം, ഈശോ മിശിഹ സ്വർലോകത്തിലേക്ക് കരേറിപ്പോയി. നമുക്ക് പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അനീഷച്ചൻ്റെ ആത്മാവിൻ്റെ മേലും ദൈവത്തിൻ്റെ പ്രത്യേക കരുതലുണ്ടാകണം. ലോകമെമ്പാടും അനേകം ആത്മാക്കൾ ഓരോ ദിവസവും പിടഞ്ഞു മരിക്കുന്നു. അവരെല്ലാം നമുക്ക് കാണാം. അവരെ ആത്മാക്കളെ മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇനിയും ഈ ദിവസങ്ങളെല്ലാം മരിക്കുന്ന ആത്മാക്കൾ അവരുടെ മനസ്സ്, ശരീരം, ആത്മാവിനെ മുദ്രകുത്തി സംരക്ഷിക്കുവാൻ ഈശോയോട് പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവരഹസ്യം, പരിശുദ്ധ ദൈവമാതാവും ശിഷ്യന്മാരും ഒരുമിച്ച് കൂടി ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. അവരുടെ മേൽ ആത്മാവിൻ്റെ ശക്തി കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാ കൊച്ചു കുട്ടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ വേവിൽ കൊച്ചുകുട്ടികളെയും അതുപോലെ ഗർഭസ്ഥ ശിശുക്കളെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബാലിക ബാലന്മാരെല്ലാം കർത്താവിന് കൊടുത്തുകൊണ്ട് എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മക്കളെ തൊടുമ്പോഴാണ് മാതാപിതാക്കളുടെ ചങ്ക് പൊട്ടുന്നത്. അതുകൊണ്ട് കർത്താവ് ശക്തമായി ആ ഒരു നിലയിലേക്ക് ശിക്ഷ തരാതെ നമ്മളെല്ലാവരും രക്ഷിക്കുവാൻ എല്ലാ കുടുംബാംഗങ്ങളും മാതാപിതാക്കളും കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുവാമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവരഹസ്യം. ഈശോ മിശിഹ, ഇതാ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയം സ്വർലോകത്തിലേക്ക് എടുക്കപ്പെടുന്നു. ഈശോയാണ് പരിശുദ്ധ മറിയത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. താനിരിക്കുന്നിടത്ത് തൻ്റെ അമ്മ ഇരിക്കണം. അതാണ് ഈശോയുടെ ആഗ്രഹം. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ലോകമെമ്പാടും, പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്ഥാനം, ഇന്ത്യ രാജ്യം മുഴുവനെയും സമർപ്പിക്കാം. സമ്പദ് വ്യവസ്ഥകളെല്ലാം തകിടം മറിഞ്ഞു. കുടുംബങ്ങളിലെല്ലാം സന്തോഷത്തിൻ്റെ നന്മകളെല്ലാം കൈവിട്ടു പോയി. എല്ലാം സമർപ്പിക്കാം. ഈ കൊറോണ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ഭാരപ്പെടുന്നവർ ശുശ്രൂഷകരാണ്. വചനപ്രഘോഷകർ, മധ്യസ്ഥർ, കൗൺസിലേഴ്സ്, ഗാന ശുശ്രൂഷകർ, പ്രേക്ഷിതർ, അവരുടെ എല്ലാം കുടുംബങ്ങൾ അടഞ്ഞു പോയിരിക്കുന്നു. ദാരിദ്ര്യവും ദുഃഖവും എല്ലാം പല കുടുംബങ്ങളിലും വേദനാജനകമായ കാര്യങ്ങൾ നമ്മൾ നിരന്തരം കേൾക്കുന്നു. നമുക്ക് സമർപ്പിക്കാം. കർത്താവിന് ഇടപെടാൻ കാലതാമസം വേണ്ടല്ലോ. ശക്തമായ എല്ലാ സാമ്പത്തിക മേഖല തകർന്നു കഴിയുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണയുണ്ടാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചൊള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5-ാം ദിവരേസ്യം. പരിശുദ്ധ ദൈവമാതാവ് ത്രിലോക രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുന്നു. ഇനിയുള്ള കാലം സുഭിക്ഷത്തിന് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നിത്യജീവൻ നിലനിർത്തി തരണമെന്നാണ്. ഈശോയുടെ 2-ാം വരവിൽ പരിശുദ്ധ മറിയമാണ് നമുക്കുള്ള ഒരു പ്രതീക്ഷ. സാത്താനും അവൻ്റെ സന്തതികളും അലറി വിളിച്ച് വരുമ്പോൾ അമ്മ ഓടി നമ്മളെ രക്ഷിക്കണം. തകർന്നു പോകാതിരിക്കാൻ, വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ, സ്നേഹം തണുത്തുറഞ്ഞു പോകാതിരിക്കുവാൻ, വഞ്ചിക്കുന്ന സാത്താനിൽ നിന്നും, ഒറ്റിക്കൊടുക്കുന്നവരിൽ നിന്നും, വ്യാജപ്രവാചകന്മാരിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കുവാൻ ഈ അമ്മയ്ക്കൊരു വലിയ റോളുള്ള കാലഘട്ടമാണ് ഈശോയുടെ 2-ാം വരവ്. ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചോളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുവാമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണ മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പ് പിതാവെ, സ്ത്രീയന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെ, ഞങ്ങൾ വലിയ പാപികളാണെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ ജപം നിങ്ങളുടെ സ്തുതി കീർത്തനങ്ങളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിൽ ഏറ്റവും വലിയൊരു ഉപകാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അനുഗ്രഹിക്കണമേ. ഏക ദൈവമായ പരിശുദ്ധ ത്രിത്വമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ വരപ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യാശയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത ഞങ്ങൾക്ക് മാതാവേ, വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്രഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യ രഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ ഞങ്ങൾക്ക് രാജ്ഞി, വേണ്ടി അപേക്ഷിക്കണമേ. ശ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപരിയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ ഞങ്ങൾക്ക് വേണ്ടി രാജ്ഞി, അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ ഞങ്ങൾക്ക് വേണ്ടി രാജ്ഞി, അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട അങ്ങയുടെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ചു കണ്ണുനീർ ചിന്തി പാപിയായ ഞാനങ്ങയുടെ ദയാധികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. ഇന്ന് നമുക്ക് ഈ സായാഹ്ന ബലി സാബത്ത് ബലിയായിട്ട് അർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളുടെ മേലും ഉണ്ടാകുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
ജനമേ ബലിയേകാൻ അകതാരിൽ തിന്മകളില്ലാതെ അണയൂ പ്രിയ ജനമേ ബലിയേകാൻ അകതാരിൽ തിന്മകളില്ലാതെ ബലിയർപ്പകനാകും യേശുവിനോടൊപ്പം ബലിയായി തീരാം അൾത്താരയിൽ ബലിയർപ്പകനാകും യേശുവിനോടൊപ്പം ബലിയായി തീരാം അൾത്താരയിൽ അണയൂ പ്രിയ ജനമേ ബലിവേദിയിൽ അതിരില്ല സ്നേഹത്തിൻ അൾത്താരയിൽ അണയൂ പ്രിയ ജനമേ ബലിവേദിയിൽ അതിരില്ല സ്നേഹത്തിൻ അൾത്താരയിൽ. നമുക്ക് ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. ജോവാക്കിനെയും കുടുംബത്തെയും പ്രത്യേകം ഓർക്കാം. ഫസ്റ്റ് കമ്മ്യൂണിയൻ സ്വീകരിച്ച ആ കുഞ്ഞിനെ ദൈവം തൻ്റെ കൃപയിൽ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജിസ്മരിയയുടെ ബർത്ത്ഡേ ആണ്. മകളെയും അവരുടെ കുടുംബത്തെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. മാത്തുക്കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. ജോളി, ജോപ്പു, മനു, സിനി എന്നിവരെ കർത്താവിൻ്റെ സ്പർശനത്താൽ സൗഖ്യം പ്രാപിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മോളെയും സാവി മോളെയും ദൈവിക സംരക്ഷണത്തിനായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഭക്തിപൂർവ്വം നമുക്ക് ഈ ബലി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമൃദ്ധമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നമ്മുടെ ചിന്തയിലും സംസാരത്തിലും പെരുമാറ്റത്തിലും ഉപേക്ഷയിലുമൊക്കെ വന്നുപോയ എല്ലാ പാപങ്ങൾക്കും ദൈവത്തോട് നമുക്ക് മാപ്പപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വെണ്മ കൊണ്ട് നിറച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, അങ്ങേ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പണിതുയർത്തിയവരെ അങ്ങേ സംരക്ഷണത്തിൽ നിന്ന് അങ്ങൊരിക്കലും തള്ളിക്കളയുകയില്ലല്ലോ. അങ്ങേ നാമത്തോട് എപ്പോഴും ഞങ്ങൾ ഭക്തിയാദരങ്ങളും സ്നേഹവുമുള്ളവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് 38-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി. ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിന് കതകടച്ച് തടഞ്ഞവൻ ആര്? അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കൂരിരുട്ടിനെ അതിനെ ഉടയാടയുമാക്കി. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഇവിടം വരെ നിനക്ക് വരാം, അതിനപ്പുറം അരുത്. ഇവിടെ നിന്റെ ഉദിതമായ തിരമാലകൾ നിൽക്കണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന് നന്ദി പറയുവിൻ. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ചിലർ സമുദ്രവ്യാപനം അടുക്കുമ്പോൾ കപ്പലുകൾ പുറപ്പെട്ടു. അവർ കർത്താവിൻ്റെ പ്രവൃത്തികൾ, ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു. കർത്താവിന് നന്ദി പറയുവിൻ. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് വീശി, സമുദ്രങ്ങൾ തിരമാലകൾ ഉയർന്നു. അവ ആകാശത്തോളം ഉയർന്നു, വീണ്ടും ആഴങ്ങളിലേക്ക് താണു. ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി. കർത്താവിന് നന്ദി പറയുവിൻ. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവൻ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ ശമിച്ചു. കർത്താവിന് നന്ദി പറയുവിൻ. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യപ്രതികളും മനുഷ്യമക്കളിൽ അവിടുത്തെ ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. കർത്താവിന് നന്ദി പറയുവിൻ. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നുവെങ്കിലും ഇനിയൊരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയും ഇന്നുമെന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയും ഇന്നുമെന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 4:35 മുതലുള്ള തിരുവചന ഭാഗം. സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ 4-5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് ജീവിക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുന്നത് നല്ലതാണ്. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് നമ്മിൽ ഉറങ്ങിക്കിടക്കുകയാണോ അതോ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? കൊളോസസ് 1:27 വായിക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, യേശുക്രിസ്തു നിന്നിൽ വസിക്കുന്നു. നാം ഓരോരുത്തരിലും യേശുക്രിസ്തു വസിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് തിരിച്ചറിഞ്ഞ് ജീവിക്കാം, അത് വേണമെങ്കിൽ നമുക്ക് നിഷേധിച്ച് ജീവിക്കാം. ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ചൊക്കെ ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ദൈവത്തെ പോലും തള്ളിപ്പറഞ്ഞ് നിരീശ്വരവാദികളായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തെ അംഗീകരിക്കാനും ദൈവത്തെ നിഷേധിക്കാനും. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമ്മൾ കാണുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് സുവിശേഷ ഭാഗത്ത് കണ്ടത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ്. 35 മുതലുള്ള വചനഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. യേശുവും ശിഷ്യന്മാരും ഒരു വഞ്ചിയിൽ അക്കരയ്ക്ക് പോകുന്നു. പോയ സമയത്ത് പെട്ടെന്ന് ഒരു കാറ്റും കോളും വന്നു. തിരമാലകൾ ആഞ്ഞടിച്ചു. വഞ്ചിയിലേക്ക് വെള്ളം കയറി. അത് മുങ്ങാറായി. ഇതൊന്നും ഗവനിക്കാതെ കർത്താവ് കൂളായിട്ട് കിടന്നുറങ്ങുന്ന കാണാൻ പറ്റും. പത്രോസ് ഓടി വന്ന് ശിഷ്യന്മാർ കർത്താവിനെ വിളിച്ചുണർത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിളിച്ചുണർത്തി അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ നശിക്കുന്നു, നീ ഇതൊന്നും ഗവനിക്കുന്നില്ലേ? അവർക്കറിയാം വള്ളം മുങ്ങിയാലും കർത്താവിന് വെള്ളത്തിന് മുകളിൽ കൂടെ അങ്ങ് നടന്നു പോകാവുന്നേ ഉള്ളൂ. കർത്താവ് അത് ചെയ്യും. പക്ഷെ ഇവരുടെ കാര്യം, അതുകൊണ്ടാണ് ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞത്. ഞങ്ങൾ നശിക്കുന്നു, നീ ഇതൊന്നും ഗവനിക്കുന്നില്ലേ? ഇനി നമ്മളൊരു കാര്യം കാണുന്നുണ്ട്, അവർ കർത്താവിനെ വിളിച്ചുണർത്തി. എനിക്കറിയാം ചിലർ ഫാഷനായിട്ടാണ് കാണുക, വേറെ ചിലരുടെ അറിവില്ലായ്മയാണ്. ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാറൊന്നുമില്ല. അതിന് ദൈവത്തിനെല്ലാം അറിയാൻ മേലേ. ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഉറങ്ങിക്കിടന്ന കർത്താവാണെങ്കിലും സകലമാന കാര്യങ്ങളും അറിയുന്ന കർത്താവ്. എന്തിനാ ശിഷ്യന്മാർ വന്ന് കർത്താവിനെ വിളിച്ചുണർത്തിയത്? അവർ വിളിച്ചുണർത്തി കർത്താവിനെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് അവസ്ഥ വന്നാലും ആദ്യം നമ്മൾ ഓടുന്നത് കർത്താവിലേക്കായിരിക്കും. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഇന്ന് പലയിടത്തും സംഭവിക്കുന്നത്, ബാക്കി എല്ലാ വഴിക്കും ഓടും. നടക്കാതെ വന്നു കഴിയുമ്പോൾ എന്നാൽ പിന്നെ ഇനി പള്ളിയിലൊന്ന് പോയി നോക്കാം, ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം, അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിയാം, ഒന്ന് അനുദപിച്ച് നോക്കാം, ജീവിതത്തിലൊരു മാറ്റം വരുത്തി നോക്കാം. ഇതൊക്കെ അവസാന നിമിഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതല്ല, ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്തിങ്കിലേക്ക് തിരിയുക. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ നേർവഴിയിൽ നയിക്കും. നമുക്കൊരു ട്രീറ്റ്മെൻറ്റ്, വൈദ്യസഹായം വേണോ, അവിടേക്ക് കർത്താവ് വിടും. ഇനി അതല്ല, നമുക്ക് റെസ്റ്റ് എടുത്താൽ മാറാവുന്ന കാര്യമുള്ളോ, അതിലേക്ക് കർത്താവ് നമ്മളെ നയിച്ചോളും.
ഇനി എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടത് ദൈവിക ജ്ഞാനമാണ്. അത് ദൈവത്തെ സമീപിക്കുന്നവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും കിട്ടുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട കർത്താവ് നമ്മിൽ ഉണർന്നിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാനിവിടെ നമുക്ക് ഇവിടെ ഇൻവെർട്ടറൊക്കെ ഉണ്ട്. കറണ്ട് പോയാലും പെട്ടെന്ന് അത് പ്രവർത്തിക്കുന്നതുകൊണ്ട് കട്ടാകത്തില്ല പ്രോഗ്രാം. ഇനി ഒരു പ്രാവശ്യം അത് വർക്ക് ചെയ്യുന്നില്ല. അതേക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് അത് മെയിൻറ്റെയിൻ ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ളം ഒഴിക്കേണ്ടവിടത്ത് വെള്ളം ഒഴിക്കണം. അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കാണെങ്കിലും അറിയാമല്ലോ, ചിലരിങ്ങനെ അവർ വണ്ടി ഉപയോഗം സാധാരണ പോലെ ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടും. അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബാറ്ററി അതിൻ്റെ ചാർജ് പോകും. അത് സ്റ്റാർട്ടാക്കാൻ നോക്കിയാലും സ്റ്റാർട്ടാകണമെന്നില്ല. ഇതുപോലെ ഫ്യൂസായി കിടക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ ബാറ്ററി പോലെ ഒത്തിരി ക്രിസ്ത്യാനികളെ കാണാൻ പറ്റും. നമുക്കറിയാമല്ലോ, വർഷത്തിലൊരിക്കൽ മാത്രം ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതല്ലെങ്കിൽ അത് എങ്ങോട്ടെങ്കിലും ഇച്ചിരി നേരം ഓടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിടുന്ന വണ്ടിയാണെങ്കിൽ ആ വണ്ടിയുടെ ഷേപ്പ് എന്തായിരിക്കും? ഇത് ചിലർ പടുതായൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുന്ന വണ്ടി കാണാൻ പറ്റും. വല്ലപ്പോഴൊക്കെ ഒന്ന് എടുക്കണേ എന്ന് പറഞ്ഞ പോലെ ചിലർ അവരുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കൽ ഒന്ന് പള്ളിയിൽ പോകും, വർഷത്തിലൊരിക്കൽ ഒന്ന് കുമ്പസാരിക്കും, വർഷത്തിലൊരിക്കൽ ഒന്ന് കുർബാന സ്വീകരിക്കും. അത്രേ ഉള്ളൂ അവരുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളിടത്ത് കർത്താവ് ഉണർന്ന് പ്രവർത്തിക്കണമെന്നില്ല. ഉറങ്ങിക്കിടക്കുന്ന കർത്താവിനെ ആയിരിക്കും നമ്മൾ കാണുക. ആ കർത്താവിനെ നമ്മൾ വിളിച്ചുണർത്തണം. അതിനുള്ള 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറണം. അതിന് രാവെന്നോ പകലെന്നോ ഒന്നുമില്ല. അതിന് രോഗമുള്ളപ്പോഴോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴോ അതില്ലാത്തപ്പോഴോ എന്നൊന്നുമില്ല. അത് ഏത് സമയവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നവരായിട്ട് മാറണം. പുറപ്പാട് 23-ാം അധ്യായം 25-26 വചനങ്ങളെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ആരാധിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന നിങ്ങൾ എന്നെ ആരാധിക്കണം. അത് നമ്മൾ നിറവേറ്റുന്നുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്നാണ് കർത്താവ് പറയുക. നിങ്ങൾ എന്നെ ആരാധിക്കുന്നെങ്കിൽ നിങ്ങളുടെ അപ്പക്കൊട്ട, മാവ് കുഴയ്ക്കുന്ന കലം അത് അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കാൻ ഞാൻ അനുവദിക്കുകയല്ലെന്ന്. ഇന്ന് ഒരുപാട് രാവും പകലും അധ്വാനിച്ചിട്ടും ഈ കടം തീരാതെ അല്ലെങ്കിൽ പട്ടിണി മാറാതെ കിടക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അവരോട് ദൈവത്തിങ്കിലേക്കൊന്ന് തിരിഞ്ഞ് ദൈവാനുഗ്രഹത്തോടുകൂടി അധ്വാനിക്കാൻ പറഞ്ഞാൽ അതിന് താല്പര്യമില്ല താനും. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ ആരാധിക്കുന്നെങ്കിൽ, അത് ഈ പറമ്പിലാണേലും അല്ലെ ബിസിനസ്സിലാണേലും നമ്മൾ ചിലവഴിക്കുന്ന മണിക്കൂറുകളിൽ ഒരല്പസമയം വേണേൽ 1/2 മണിക്കൂർ അല്ലെ 1 മണിക്കൂർ ദൈവാരാധനയ്ക്കൊന്ന് മാറ്റിവെച്ച് കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവുമെന്നറിയാം. നിങ്ങൾ എന്നെ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ പട്ടിണി ഞാൻ മാറ്റുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ രോഗികളായിട്ടുള്ളവരെ ഞാൻ സുഖപ്പെടുത്തും. ഗർഭഛിദ്രമോ വന്ധ്യതയോ വരില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്നും മാറി നിൽക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നവരായിട്ട് മാറണം. രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ നമ്മൾ സ്തുതിച്ച് നന്ദി പറയുന്നവരായിട്ട് മാറണം. സങ്കീർത്തനം 103 2-ാമത്തെ വചനം എടുത്താൽ, കർത്താവ് ചെയ്ത അനുഗ്രഹമൊന്നും മറക്കരുത്. ദൈവത്തിന് നന്ദി പറയണമെന്ന്. ഓരോ നിമിഷവും നമ്മൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ടല്ലേ, അനുഗ്രഹം കൊണ്ടല്ലേ, ദൈവത്തിൻ്റെ ഔദാര്യം കൊണ്ടല്ലേ, നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ നമുക്ക് പറ്റണം. ഇന്ന് ധ്യാനത്തിനിടയ്ക്ക് പോലും ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞാൽ പലർക്കും ഒരു വിഷമമാണ്. അതല്ലെങ്കിൽ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. സങ്കീർത്തനം 34 അതിൻ്റെ 1-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും. അതിനും രാവെന്നോ പകലെന്നോ ഒന്നുമില്ല, സീസണൊന്നുമില്ല. എപ്പോഴും ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് എപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ കർത്താവ് തൻ്റെ വാഗ്ദാനം നമ്മളിൽ നിറവേറ്റുന്നത് കാണാൻ പറ്റും. 34-ാമത്തെ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നൊരു കാര്യം, എളിയവൻ കർത്താവിനോട് നിലവിളിച്ചു, അപ്പോൾ കർത്താവ് സഹായിക്കാൻ വന്നു. ദൈവം നമ്മെ സഹായിക്കും. 3-ാമത്തെ കാര്യം അതാണ്, കർത്താവ് നമ്മളിൽ ഉണർന്ന് നിൽക്കേണ്ടതിന്, ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, നിലവിളിച്ച് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 50 15-ാമത്തെ വചനം വായിച്ചാൽ, അനർത്ഥകാലത്ത് എന്നോട് നിലവിളിക്കുക, ഞാൻ സഹായിക്കും. ദൈവത്തോട് നിലവിളിക്കാൻ നമ്മൾ തയ്യാറായാൽ ദൈവം സഹായവുമായിട്ട് നമ്മുടെ പക്കലേക്ക് വരുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട്
ആ വാഗ്ദാനം നിറവേറാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. രാവും പകലും കർത്താവിനോട് കരഞ്ഞ് നിലവിളിക്കുന്നവരുടെ ആ നിലവിളിക്ക് എനിക്ക് ഉത്തരം നൽകാതിരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ കർത്താവ് നമ്മളിൽ ഉണർന്നിരിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഉണർത്തി നിർത്തണം. ഒത്തിരി പേരുടെ ജീവിതത്തിൽ കർത്താവ് ഉറങ്ങിക്കിടക്കുക, എന്നിട്ട് ദൈവാനുഗ്രഹം കിട്ടുന്നില്ല, ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭവം പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അതിനൊരു മാറ്റം വരണമെങ്കിൽ കർത്താവ് നമ്മളിൽ ഉണർന്നു നിൽക്കുന്ന അവസ്ഥയുണ്ടാകണം. അതിനാണ് ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമതൊരു കാര്യം, ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. പലരും തിരിച്ചറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ അറിയാതെയാണെങ്കിലും പറഞ്ഞു പോകുന്നത്, ഓ ദൈവം എന്നെ എല്ലാം മറന്നുപോയി, ദൈവം എന്നെ കൈവിട്ടു, എന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു ശ്രദ്ധയില്ല. അങ്ങനെയൊക്കെ കമൻ്റായിട്ടെങ്കിലും പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. സങ്കീർത്തനം 115 12-ാമത്തെ വചനം എടുത്താൽ സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അതുകൊണ്ട് ആ ദൈവം നമ്മെ സഹായിക്കും. നമ്മൾ ചെയ്യേണ്ടത് ആ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ മതി. ദൈവത്തിന് എന്നെക്കുറിച്ച് വിചാരമുണ്ടെന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം സഹായിക്കാൻ ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ ഇത് ബുദ്ധി കൊണ്ട് പറഞ്ഞൊന്നുമല്ല, ആ ദൈവാനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്കിത് വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ സാധിച്ചാൽ അതനുസരിച്ച് ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാവും. അതാണ് നമ്മെ 3-ാമത്തെ കാര്യത്തിലേക്ക് നയിക്കേണ്ടത്. അത് നമുക്ക് ദൈവവിചാരം ഉണ്ടാകണം. ഇന്ന് പള്ളിയിൽ പോകുന്നവരും ബലിയർപ്പിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും സന്ധ്യാപ്രാർത്ഥനയുള്ളവരും എന്നൊക്കെ പറഞ്ഞാലും പലരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ ദൈവവിചാരം വേണ്ടതുപോലെ ഒന്നുമില്ല. പള്ളി പോകാനുള്ളൊരു വിചാരം ഉണ്ടായിരിക്കാം, പള്ളി പോകുമ്പോൾ ഒരു ദൈവവിചാരം ഉണ്ടായിരിക്കാം. ഇതൊന്നുമല്ല. ദൈവവിചാരം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം വായിച്ചാൽ കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. പള്ളിയിൽ പോകാനുള്ളൊരു വിചാരം മാത്രമല്ല, പള്ളി ചെല്ലുമ്പോഴുള്ളൊരു വിചാരം മാത്രമല്ല, നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും, അത് ഉപവാസം നോക്കുമ്പോഴും, ഷോപ്പിങ്ങിന് പോകുമ്പോഴും പോകാതിരിക്കുമ്പോഴും സകലതും ദൈവവിചാരത്തോടു കൂടി ആയിരിക്കണം. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തപ്പെട്ടാൽ ദൈവം നമ്മളെ അങ്ങോട്ട് ഏറ്റെടുക്കുന്ന ആ വലിയ അനുഭവം നമുക്കുണ്ടാവും. 4-മതൊരു കാര്യം, പ്രത്യേകിച്ച് ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയണം. ദൈവം എത്ര വലിയവനാണ്, ശക്തനാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അതറിയാതെ നമ്മുടെ പ്രശ്നങ്ങൾ നിസ്സാരമായിട്ടുള്ള കാര്യമാണേലും അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഊതി വീർപ്പിച്ച് അതും പൊക്കി പിടിച്ച് നടക്കുന്നവരെ കാണാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിപ്പം നമുക്ക് കാണാൻ സാധിക്കും. വചനം ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ആഴിയുടെ ആഴം നിനക്കറിയാമോ? നമുക്കാർക്കും അറിയത്തില്ല. കടലിൻ്റെ ആഴം നമുക്കാർക്കും അറിയാവുന്ന, ദൈവത്തിന് അറിയാമെന്ന്. ഇനി മറ്റൊരു കാര്യം ചോദിച്ചിരിക്കുന്നത്, ഈ ഭൂമിയുടെ ഭാരം നിനക്കറിയാമോ? അത് തുലാസിൽ തൂക്കി എത്രയുണ്ടെന്ന് പറയുന്നവനാണ് നമ്മുടെ ദൈവം. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആ അപാര ശക്തി, ദൈവത്തിൻ്റെ അപാര ജ്ഞാനം. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഏത് പ്രശ്നത്തിന് മുമ്പിലും ആ ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനുള്ള ആ ഒരു പ്രയത്നം അതായിരിക്കും നമ്മൾ നടത്തുക. 5-മത്തെ കാര്യം, അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഇന്നത്തെ 2-ാം വായനയുടെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്ന, നമ്മൾ ദൈവത്തിന് വേണ്ടി ഇനിയെങ്കിലും ജീവിക്കാൻ തുടങ്ങണം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്ത കർത്താവിന് വേണ്ടി ജീവിക്കണം. നമ്മൾ ആരെങ്കിലും ഇതിൻ്റെ ഫലം സ്വീകരിക്കാത്തവരാണോ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആർക്കെങ്കിലും വേണ്ടി കർത്താവ് ഇതുവരെ മരിച്ചുത്ഥാനം ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമുക്കുള്ള സന്ദേശമാണിത്. മരണാനന്തരമുള്ള ഒരു സന്ദേശമായിട്ട് നമ്മൾ എടുക്കേണ്ടതല്ല, ഇപ്പം നമ്മൾ ഏറ്റെടുത്തും ജീവിക്കേണ്ട ഒരു സന്ദേശം. നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു, ഉത്ഥാനം ചെയ്തു. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനിമേൽ നമുക്ക് വേണ്ടി ജീവിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ നയിക്കണം, കർത്താവ് നമ്മളെ ഭരിക്കണം. നമ്മൾ അഭിമാനം കൊള്ളുന്നത് യേശുക്രിസ്തുവിലായിരിക്കണം. 1 കൊറിന്തോസ് 1-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനം എടുത്താൽ, അഭിമാനിക്കുന്നവൻ യേശുക്രിസ്തുവിൽ അഭിമാനിക്കണം. ഇന്ന് ഇങ്ങനെയെല്ലാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെയൊക്കെ അഭിമാനം അവിടെ കിടക്കണം.
നമുക്ക് വേണമെങ്കിൽ നല്ല ജോലി ഉണ്ടെങ്കിൽ അതിലഭിമാനം, ഇഷ്ടംപോലെ സമ്പത്തുണ്ടായെങ്കിൽ അതിലഭിമാനം, പഠിക്കാൻ പറ്റിയെങ്കിൽ അതിലഭിമാനം. യേശുക്രിസ്തുവിനെ പ്രതിയോ അവൻ്റെ വചനത്തെ പ്രതിയോ അല്പം സഹിക്കേണ്ടി വന്നാൽ നമ്മുടെ സകല ഇത് ശക്തിയും ചോർന്നു പോകുന്ന അവസ്ഥ. പറയുണ്ട് അഭിമാനിക്കുന്നവൻ യേശുക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ. ശിഷ്യന്മാരൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ വചനം പ്രഘോഷിച്ചതിൻ്റെ പേരിൽ അവർക്ക് സഹിക്കേണ്ടി വന്നപ്പോൾ, മരണമേറ്റെടുക്കേണ്ടി വന്നപ്പോൾ നിരാശപ്പെട്ടോ അസ്വസ്ഥപ്പെട്ടോ ഒന്നുമല്ല അത് സ്വീകരിച്ചത്. സന്തോഷത്തോടെ അഭിമാനത്തോടെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ ഒരംശം അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു അഭിഷേകം ആഗ്രഹിച്ച് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് നമുക്കിപ്പോൾ ഉയർത്താം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യത്തിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. നമ്മൾ കേട്ട വചന സന്ദേശം അനുദിനം ജീവിച്ചു മുന്നേറുവാൻ വേണ്ട അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കാം. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ബലിയിൽ നിയോഗം വെച്ചിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ ഇന്ന് വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന സമയമാണ്. കർത്താവേ, കൊറോണ വൈറസ് രോഗബാധ, ഇന്നും ആ രോഗബാധയിൽ കഴിയുന്നവർ, കർത്താവേ, കാലയളവിൽ മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ അനുഷച്ചൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്കും നിത്യാനന്ദത്തിനുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റവരെ, വേദനിക്കുന്നവരെ, ദുഃഖഭാരത്തിൽ കഴിയുന്നവരെല്ലാം അവിടുന്ന് ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ അവിടുത്തെ സമാധാനം വന്ന് നിറയുവാൻ അങ്ങ് ഇടവരുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെല്ലാം ഞങ്ങളിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാരുണ്യപൂർവ്വം അവിടുന്ന് അവയെല്ലാം സ്വീകരിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ പ്രദാനം ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു. എൻ ജീവനേ, എൻ ജീവനാഥ, കാഴ്ചയേകാനിതാ ഞാൻ
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, സംപ്രീതിയുടെയും സ്തുതിയുടെയും ഈ ബലി സ്വീകരിക്കണമേ. അതിൻ്റെ പ്രവർത്തനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേക്ക് പ്രീതികരമായ ഞങ്ങളുടെ മാനസങ്ങളുടെ സ്നേഹാർപ്പണം സമർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും
പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഉയർത്തി സമർപ്പിച്ച പിതാവായ ദൈവത്തെ ഏകസ്വരത്തിൽ വിളിച്ചപേക്ഷിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാതെ. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ
ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. രൂപയിലുള്ള കുർബാന സ്വീകരണം നടക്കുന്ന സമയമാണ്. പ്രാർത്ഥനാപൂർവ്വം അക്കാര്യം ചെയ്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുക. ഈശോയെ, അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. ഈശോയെ, അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. യോഗ്യത എന്നിലില്ല, ശ്രേഷ്ഠമായൊന്നുമില്ല, എന്നാലും എന്നുള്ളിൽ നീ വരണേ. ഈശോ, എന്നുള്ളിൽ എഴുന്നള്ളണേ. ഈശോയെ, അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ ഞാൻ. ബലവാനേ, പരിശുദ്ധനേ, അമർത്യനേ, അതിനാഥനേ. ബലവാനേ, പരിശുദ്ധനേ, അമർത്യനേ, അതിനാഥനേ. ആത്മാവിൽ വാണിടാനായി എന്നിൽ എഴുന്നള്ളണേ. ആത്മാവിൽ വാണിടാനായി എന്നിൽ എഴുന്നള്ളണേ. പൂക്കൾ വിതറിയ പാതയില്ല, തൂവിരിപ്പില്ലെന്റെ നാഥ. പൂക്കൾ വിതറിയ പാതയില്ല, തൂവിരിപ്പില്ലെന്റെ നാഥ. എങ്കിലും സ്നേഹത്തിൻ പൂക്കൾ വിതറി ഞാൻ നിന്നെ സ്വീകരിക്കാം. എങ്കിലും സ്നേഹത്തിൻ പൂക്കൾ വിതറി ഞാൻ നിന്നെ സ്വീകരിക്കാം. ബലവാനേ, പരിശുദ്ധനേ, അമർത്യനേ, അതിനാഥനേ. ബലവാനേ, പരിശുദ്ധനേ, അമർത്യനേ, അതിനാഥനേ. ആത്മാവിൽ വാണിടാനായി എന്നിൽ എഴുന്നള്ളണേ. ആത്മാവിൽ വാണിടാനായി
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുശരീരത്തിൻ്റെയും അമൂല്യമായ രക്തത്തിൻ്റെയും പോഷണത്താൽ നവീകൃതരായി അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമീൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. അല്പസമയം നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മുട്ടുകുത്താവുന്നവർ മുട്ടുകുത്തുക. ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ വിളിച്ചുണർത്തുന്ന സമയമാണ് ആരാധനയുടെ സമയം. അവൻ ഉണർന്നാൽ, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. ഇളകിമറിഞ്ഞ കാറ്റിനോട്, കടലിനോട് ശാന്തമാവുക എന്ന് ഒരു വാക്ക് കൽപ്പിച്ചു, എല്ലാം ശാന്തമായി. ഒരുപക്ഷെ നമ്മുടെ ഇളകിമറിഞ്ഞ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഭാരങ്ങൾ, വേദനകൾ, ഇതെല്ലാം ഒറ്റ വാക്കുകൊണ്ട് കർത്താവിന് മാറ്റാൻ പറ്റും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങൊന്ന് തൊട്ട് സുഖമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, നമ്മുടെ എല്ലാ അവസ്ഥകളെ, ആവശ്യങ്ങളെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മേക്കാൾ ഒരുപാട് വേദനിക്കുന്ന, വിഷമിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന മറ്റനേകരുണ്ട്. അവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷണവും പാനീയമായി സ്വീകരിച്ച ജോാക്കിമിനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ജിസ്മരിയ ജന്മദിനത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഓർത്ത എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ ബലിയിൽ നമ്മൾ കൊണ്ടുവന്ന എല്ലാ മക്കളെയും ദൈവം തൊട്ട് അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഒരുപാട് വേദനയിലൂടെ, ആശങ്കയിലൂടെ ഒക്കെ കടന്നു പോകുന്ന നിരവധി ആളുകൾ,
അവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ നോക്കുന്നതിനേക്കാൾ കർത്താവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, നിലവിളികളോടെ കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ എല്ലാ അനർത്ഥങ്ങളിലേക്കും ഇറങ്ങി വരുന്നവനാണ് കർത്താവ്. അവന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സഹായിക്കാൻ കടന്നു വരും. ആ ബോധ്യത്തോടെ അല്പസമയം നമുക്ക് ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവിടുത്തെ പക്കലേക്ക് ഞങ്ങളിപ്പോൾ ഉയർത്തുന്നു. ഏറ്റെടുക്കണമേ കർത്താവേ, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ പോലും കർത്താവ് അറിയുന്നവനാണ്. ദൈവം അതെല്ലാം ഏറ്റെടുക്കും. ഒരു വാക്കുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ മുമ്പിലുണ്ട്. നാളുകളോളം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യം ഒറ്റ നിമിഷം കൊണ്ട് കർത്താവിന് നടത്തി തരാൻ പറ്റും. ആശ്രയത്വം ദൈവത്തെങ്കിലേക്ക് മാറ്റണം. ബുദ്ധിയിൽ ആശ്രയിക്കുന്നതിനേക്കാൾ വിശ്വാസം കൊണ്ട് കർത്താവിൽ നമ്മൾ ആശ്രയിക്കണം. അതിന് തീരുമാനമെടുക്കുക. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ, ആവശ്യങ്ങൾ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. മുട്ടുകുത്തേണ്ടവർക്ക് മുട്ടുകുത്താം. നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായ ആവശ്യങ്ങൾ ഇപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കാരുണ്യവനായ കർത്താവേ, അവിടുത്തെ ശക്തി, ദിവ്യകാരുണ്യ ശക്തി ഇപ്പോൾ ഈ മക്കളുടെ മേൽ അവിടുന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനിലേക്കും അവിടുത്തെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ഇന്ന് രോഗാവസ്ഥയിൽ കഴിയുന്നവർ, വേദനയിൽ കഴിയുന്നവർ, കർത്താവെ നിരാശപ്പെട്ടിരിക്കുന്നവർ, തളർന്നിരിക്കുന്നവർ, പ്രത്യാശ നഷ്ടപ്പെട്ടവർ, അവരിലേക്കെല്ലാം അവിടുത്തെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ താങ്ങി നിർത്തുന്ന കർത്താവാണ്, സഹായിക്കുന്ന ദൈവമാണ്, ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഞങ്ങൾ ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റവരെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ. തളരുന്നവരെ ബലപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. ഈ മക്കളുടെ മേൽ അവിടുത്തെ കൃപയും അനുഗ്രഹവും അവിടുന്ന് ഇപ്പോൾ വർഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെയും നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെയും പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ, എന്നെ ചേർക്കണമേ.
അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. ജപമാല കയ്യിലെടുക്കും ഞാൻ, അമ്മതൻ കയ്യിൽ പിടിക്കും. സുവിശേഷം കോർത്തോരാ നൂലിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും. മുത്തുകളെണ്ണി പ്രാർത്ഥിക്കും ഞാൻ, അമ്മതൻ മുത്തായി മാറും. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. സുകൃതമെല്ലാം കോർത്തുവച്ച മാലയാണമ്മ. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. സുകൃതമെല്ലാം കോർത്തുവച്ച മാലയാണമ്മ. അമ്മേ അമ്മേ മാമരിയേ എന്നീശോവാണൊരുവാ